നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി അഷ്റഫിന് സ്വീകരണം നൽകി. വയനാടിനായി കൈകോർക്കാൻ സർവീസ് നടത്തി തിരൂരിലെ മിൻഹാജ് ബസ്. തിരൂർ GMUP സ്കൂൾ വാർഷിക ജനറൽ ബോഡി യോഗവും LSS USS നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ നാട്ടുകാരുടെ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. നാടെങ്ങും നിശബ്ദതയിൽ കേക്കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് വിടവാങ്ങി. മൂടിക്കിടക്കുന്ന റോഡ് വൃത്തിയാക്കി വയലത്തൂരിലെ വ്യാപാരികൾ. വിശദമായ വാർത്തകൾ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്നും സാധാരണക്കാരന്റെ നിത്യജീവിതവുമായി ഒട്ടിനിൽക്കുന്നതാണ് സഹകരണ മേഖല എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുത്ത താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി അഷ്റഫിന് മീനടത്തൂർ മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി തെരഞ്ഞെടുത്ത താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് മീനടത്തൂരിന് സ്വീകരണം നൽകി. TK ഫാറൂഖ് അധ്യക്ഷത വഹിച്ച കമ്മിറ്റിയുടെ സ്നേഹോപഹാരം N. ഷംസുദ്ദീൻ പി അഷ്റഫിന് നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ട് TP കോയക്കുട്ടി ഹാജിയിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. TP റസാഖ്, P. ബഷീർ, കുഞ്ഞു മീനടത്തൂർ, VK മമ്മദ് കോയ, CKM ബാപ്പു ഹാജി, M. മൊയ്തീൻ മൂപ്പൻ, P. അയ്യൂബ്, T. ജംഷിർ അലി, K. റിയാസ്, KP ഷിഹാബ്, OP ഷിഹാബ്, CK കോയ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് താനാളൂർ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന DYFIയുടെ വി റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി മിൻഹാജ് ബസിന്റെ യാത്ര രാവിലെ തിരൂർ ബസ് സ്റ്റാൻഡിൽ DYFI ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാടിനു വേണ്ടി തിരൂർ ചാലിയം റൂട്ടിലോടുന്ന മിൻഹാജ് ബസിന്റെ യാത്ര രാവിലെ തിരൂർ ബസ് സ്റ്റാൻഡിൽ DYFI ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മിൻഹാജ് ട്രാവൽസിന്റെ ഓണർ റൌഫ്, താനൂർ ബ്ലോക്ക് സെക്രട്ടറി V. വിശാഖ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആബിദ്, ബ്ലോക്ക് പ്രസിഡന്റ് രതീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മനീഷ, ഇഫ്ലാസ് ജാഫർ എന്നിവർ പങ്കെടുത്തു. വയനാട്ടിലെ ജനതയ്ക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നറിയിച്ച ബസ് ഓണർ റൌഫും ജീവനക്കാരായ നസീർ, സദർ, മുല്ലക്കോയ എന്നിവർ ചേർന്ന് വ്യാഴാഴ്ച ലഭിച്ച ബസിന്റെ മുഴുവൻ കളക്ഷനും DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറി. ഒരു ദിവസത്തെ വേതനവും കളക്ഷൻ തുകയും പൂർണ്ണമായും വയനാടിനായി നൽകിയ മിൻഹാജ് ട്രാവൽസിന്റെ ഓണർമാരോടും തൊഴിലാളികളോടും വയനാടിനായി സഹകരിച്ച യാത്രക്കാരോടും DYFI ബ്ലോക്ക് കമ്മിറ്റി നന്ദി അറിയിച്ചു. വെട്ടന്യൂസ് തിരൂർ. GMUP സ്കൂൾ വാർഷിക ജനറൽ ബോഡി യോഗവും LSS USS നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ച തുകയുടെ ചെക്ക് സ്കൂൾ ലീഡർ ദേവഗംഗ പ്രധാനാധ്യാപികയ്ക്ക് കൈമാറി. തിരൂർ GMUP സ്കൂൾ വാർഷിക ജനറൽ ബോഡി യോഗവും LSS USS നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ച തുകയുടെ ചെക്ക് സ്കൂൾ ലീഡർ ദേവഗംഗ ഹെഡ്മാസ്റ്റർക്ക് കൈമാറി. PTA പ്രസിഡന്റ് സലീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു. HM ലതീഷ് V സ്വാഗതവും SRG കൺവീനർ വിനോദ് നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ജെഫ്സൽ KP, MTA പ്രസിഡന്റ് കൃപ എന്നിവർ സംസാരിച്ചു. പുതിയ PTA പ്രസിഡന്റായി സലീം മേച്ചേരിയെയും വൈസ് പ്രസിഡന്റായി ജെഫ്സൽ KPയെയും MTA പ്രസിഡന്റായി കൃപയെയും യോഗം തെരഞ്ഞെടുത്തു. വെട്ടന്യൂസ് തിരൂർ. നാട്ടുകാരുടെ റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തച്ചേരിപ്പറമ്പ് ഗാന്ധിനഗർ സ്നേഹപുരം റോഡിന്റെ ഉദ്ഘാടനം താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. അബ്ദുൾ റസാഖ് നിർവഹിച്ചു.
താന്നാളൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 22 കുണ്ടുങ്ങലിലെ തച്ചേരിപ്പറമ്പ് ഗാന്ധിനഗർ സ്നേഹപുരം റോഡ് യാഥാർത്ഥ്യമായി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ അനുവദിച്ചാണ് കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ച് നാടിനായി തുറന്നുകൊടുത്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് റോഡ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നസ്രി തോത്തയിൽ അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ ഖാദർകുട്ടി, വിശാരത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജയൻ, ഇ അനോജ്, മുൻ മെമ്പർ സൗമിനി മുത്തംപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് താന്നാളൂർ. ഞായറാഴ്ച താനൂർ ബീച്ച് റോഡിലെങ്ങും നിശബ്ദത തളം കെട്ടിയിരുന്നു. തീരദേശ മേഖലയായ താനൂരിന്റെയും ജില്ലയുടെയും വികസനത്തിനായുള്ള തീരുമാനങ്ങൾ പിറവിക്കൊണ്ട കുട്യാലിക്കടവത്ത് വീട് വരെ ആ മൗനം നീണ്ടു. ഒരു കാലത്ത് കേരള സർക്കാരിന്റെ വാഹനങ്ങൾ തിരക്ക് കൂട്ടിയെത്തിയ വീട്ടുമുറ്റത്തേക്ക് വീണ്ടും സർക്കാർ വാഹനങ്ങൾ ഓടിയെത്തി. പരാതികളുമായി കടന്നുവരാറുള്ള നൂറുകണക്കിന് സാധാരണക്കാർ തങ്ങളുടെ നേതാവിനെ അവസാനമായി കാണാനെത്തി. സൗമ്യമായി പുഞ്ചിരിച്ച് പുസ്തകങ്ങളോട് കൂട്ടുകൂടിയിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അതൊന്നുമില്ലാതെ വീടിനുള്ളിലെ കട്ടിലിൽ കിടക്കുന്നു. ഖുർആൻ സൂക്തങ്ങൾ മുഴങ്ങുന്നു. പ്രമുഖരെന്നോ സാധാരണക്കാരനെന്നോ ഭേദമില്ലാതെ ഓരോരുത്തരും അന്തിമോപചാരം അർപ്പിച്ചു. സൗകര്യം പോലെ ചിലർ വീട്ടിനുള്ളിലും വൈകുന്നേരമായപ്പോൾ മുറ്റത്തുമായി മയ്യത്ത് നമസ്കരിച്ചു. ആകാശത്ത് മൂടി നിന്ന് കാർമേഘം പോലെ ചിലരുടെ മനസ്സിൽ സങ്കടഭാരം മുഖത്ത് നിഴലിച്ചു. നേതാക്കളിൽ പലരും കുട്ടി മുഹമ്മദ് കുട്ടിയുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു. ജീവിതത്തിലെ പ്രധാന കാലമത്രയും നിലകൊണ്ട് താനൂരിനോടും പ്രിയപ്പെട്ടവരോടും അവസാന യാത്ര പറഞ്ഞ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ മയ്യത്ത് രാത്രി 8:30 താനൂർ വടക്കേപ്പള്ളി ജുമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ ഖബറടക്കി. പള്ളിയിൽ നടന്ന മയ്യത്ത് നിസ്കാരത്തിന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് താനൂർ. കാട് മൂടിക്കിടക്കുന്ന റോഡ് വൃത്തിയാക്കി വയലത്തൂരിലെ വ്യാപാരികൾ. വയലത്തൂർ മാർക്കറ്റിന് പിറകുവശം സ്ഥിതി ചെയ്യുന്ന ദിനംപ്രതി നിരവധി കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന റോഡ് മാസങ്ങളായി കാട് മൂടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു വയലത്തൂർ ടൗണിലെ വ്യാപാരികൾ റോഡിന്റെ ഇരുവശവും ഉള്ള കാട് വെട്ടി ശുചീകരണം നടത്തിയത്. ഓഗസ്റ്റ് 9 വ്യാപാരി ദിനത്തിന്റെ ഭാഗമായി ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പ്രവർത്തനം നടത്തിയതെന്ന് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പന്നിക്കണ്ടത്തിൽ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷമീം വയലത്തൂർ, വൈസ് പ്രസിഡന്റ് ഹംസ മെട്രോ, സെക്രട്ടറി സലീം ചോയ്സ്, യൂത്ത് വിംഗ് വയലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് മുത്തു ഇർഷാദ് PM, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിഹാബ് പുഴയ്ക്കൽ, റാഹത്ത് ബാബു, താജുദ്ദീൻ ഇമേജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് വയലത്തൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.